ആദിവാസി സമൂഹത്തിനുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, അവർക്ക് വിദ്യാഭ്യാസ ഉപകരണങ്ങൾ, അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് പരിപാടികൾ വിദ്യാഭരണം എന്ന ഒറ്റ പരിപാടിയുടെ കീഴിലും ഒരുപാട് ഉപവകുപ്പുകളുണ്ടെന്ന് പറയുന്ന പോലെ ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് വിദ്യാഭരണം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പഠനത്തിൽ മിടുക്കുകാട്ടുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന കുട്ടികളുടെ ഉന്നമനത്തിനും തുടർ വിദ്യാഭ്യാസ സഹായങ്ങൾക്കുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് വിദ്യാമൃതം. ഈ പ്രോഗ്രാമിന്റെ 4ാം ഘട്ട ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് നടക്കുകയുണ്ടായി. SSLC +2 വിജയിച്ച നിർധനരായ വിദ്യാർത്ഥികൾക്കാണ് MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ചേർന്ന് വിദ്യാമൃതം പദ്ധതിയുടെ സഹായം നൽകി വരുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, മാതാപിതാക്കൾ നഷ്ടമായവർ, ക്യാൻസർ മുതലായ മാരക രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾ, പരിമിത ജീവിത സാഹചര്യങ്ങളാൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുവാൻ കഴിയാത്തവർ, ആദിവാസി മേഖലയിലെ കുട്ടികൾ എന്നിങ്ങനെ 250ഓളം വിദ്യാർത്ഥികൾക്കായിരിക്കും മെറിറ്റ് അടിസ്ഥാനത്തിൽ വിദ്യാമൃതം പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക. MGM ഗ്രൂപ്പിന്റെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, മലപ്പുറം, കണ്ണൂർ എന്നീ ക്യാമ്പസുകളിലാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ 4ാം ഘട്ട ഉദ്ഘാടന വേളയിൽ മതവർഗീയ ദുശ്ചിന്തകൾക്കതീതമായി സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. കെയർ ആൻഡ് ഷെയറിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഒന്നാണ് എന്ന സന്ദേശം സമൂഹത്തിന് പകരുന്നുവെന്നും ആ ഒരുമ അകക്കാമ്പിൽ പേറുമ്പോഴാണ് നാം ഓരോരുത്തരും മനുഷ്യരായി മാറുന്നതെന്നും മറ്റുള്ളവർക്ക് കൂടി വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മെ ജീവിക്കുന്നവരായി കാണുവാൻ കഴിയുമെന്നും അപ്പോഴാണ് നമ്മൾ വികസിത വ്യക്തികളായി മാറുന്നതെന്നും അപ്പോൾ മാത്രമാണ് നമ്മെ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീരാമകൃഷ്ണ മിഷൻ മലയാള മുഖപത്രം പ്രബുദ്ധ കേരളത്തിന്റെ ചീഫ് എഡിറ്റർ സ്വാമി നന്ദാത്മജാനന്ദ പറഞ്ഞു. ചടങ്ങിൽ വളരെ ഹൃദ്യമായാണ് പ്രിയ നടൻ മമ്മൂക്കയും സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഓരോ സംരംഭങ്ങളും ഓരോ പ്രോജക്റ്റുകളും കൊണ്ടുവരികയും അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്നതിൽ ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്യുന്നവരാണ് ഈ കൂട്ടത്തിലുള്ളവർ. നമ്മുടെ പേര് കെയർ ആൻഡ് ഷെയർ എന്നാണ്. ചേർത്ത് നിർത്തിയാൽ മാത്രം പോലെ പങ്കുവയ്ക്കലും കൂടെയുണ്ട്. നമ്മൾ ചേർത്ത് നിർത്തുകയും പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ജീവിതം തന്നെ ചേർത്ത് വെക്കലിൻ്റെയും പങ്കുവെക്കലിൻ്റെയും കഥകളാണ്. നമ്മുടെ ലോകം ഇത്രത്തോളം വളർന്നു തന്നെ പരസ്പരം ചേർത്ത് കൂടെ നിർത്തുകയും പങ്കുവെക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉള്ളത് നമുക്ക് മാത്രമല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണരാകുന്നത്. സ്വാമിജിയുടെയൊക്കെ പ്രസംഗം കേട്ടപ്പോൾ തന്നെ നമ്മളൊക്കെ മനുഷ്യരായി തന്നെ ജനിച്ചല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുകയാണ്. കെയർ ആൻഡ് ഷെയർ എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. ആ സങ്കല്പം സജീവമാക്കുന്നത് ഈ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇത്രത്തോളം കൊണ്ടുവരാൻ സാധിച്ചതിന് വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ കൂടെ പ്രവർത്തിച്ചവരും നമ്മുടെ കൂടെ സഹകരിച്ചവരുമായ ഒത്തിരി ആളുകളുണ്ട്. ഇത് ഒരു പിരിവെടുത്ത് നടത്തുന്ന പരിപാടിയല്ല. പൊതുവെ അതിലുള്ള ആൾക്കാർ തന്നെ അവരവർക്കുണ്ടാവുന്ന തരത്തിലുള്ള പങ്കുവയ്ക്കലാണ് ഇതിൻ്റെ പിന്നിലും പ്രവർത്തിക്കുന്നത്. ഇത് വിദ്യാമൃതത്തിൻ്റെ ഒരു പരിപാടി. വിദ്യാമൃതത്തിൽ തന്നെ ഒരുപാട് പരിപാടികളുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനെതിരെയൊക്കെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, ആദിവാസി സമൂഹത്തിനുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, അവർക്ക് വിദ്യാഭ്യാസ ഉപകരണങ്ങൾ, അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് പരിപാടികൾ വിദ്യാഭരണം എന്ന ഒറ്റ പരിപാടിയുടെ കീഴിലും ഒരുപാട് ഉപവകുപ്പുകളുണ്ടെന്ന് പറയുന്ന പോലെ ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് വിദ്യാഭരണം. അതിൻ്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തുന്നുണ്ട്. ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഹൃദയശസ്ത്രക്രിയ മുതൽ എന്താ പറയുക, നേത്ര ചികിത്സ, അങ്ങനെ ഒരുപാട് പരിപാടികൾ വേറെ ഉണ്ട്. അതൊന്നും ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഇതൊക്കെ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മാത്രം സഹകരണം കൊണ്ട് നടക്കുന്നതല്ല. ഈ മനസ്ഥിതിയുള്ള ഈ മനസ്സുള്ള ആളുകളുടെയൊക്കെ സഹകരണം കൊണ്ട് നടക്കുന്നതാണ്. ഇതൊരു വലിയ മഹാകാര്യമായിട്ടൊന്നും ഇതിൻ്റെ കൂടെ ഉള്ളവരോ ഞാനോ വിചാരിക്കുന്നുമില്ല, അങ്ങനെ അഹങ്കരിക്കുന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ബോധം മാത്രമേ ഞങ്ങൾക്കുള്ളൂ.
ഇത്രയും കാലം ഇത് സഹകരിച്ച് ഇത്രത്തോളം എത്തുകയും ഇനിയും അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് തുടരുക, നിങ്ങളല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നാലെ വരുന്നത്. ഇതുകൊണ്ട് ഇതിൻ്റെ ശരിക്കുള്ള ഗുണങ്ങൾ അനുഭവിച്ചവർ തന്നെയാണ് അവരിൽ നിന്ന് തന്നെയാണ് ഇത് പകർന്നു കൊടുക്കപ്പെടേണ്ടത്. ഇങ്ങനെ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഈ 250 വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അർഹരായവരെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും അർഹരായവരായിരിക്കും. വിദ്യാഭ്യാസം നടത്താനുള്ള വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരായിരിക്കണം. വിദ്യാഭ്യാസം നേടാനുള്ള പഠിപ്പും മാർക്കും യോഗ്യതയുമുള്ളവരുമായിരിക്കണം. അല്ല നമ്മളെ മെഡിക്കൽ കോളേജിൽ 1 കോടി രൂപ സംഭാവന കൊടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊന്നുമില്ല. അങ്ങനെയല്ല, വിദ്യാഭ്യാസം തുടർന്ന് കൊണ്ടുപോകാൻ വയ്യാത്ത മാർക്കുള്ള വിദ്യാർത്ഥികൾ, കഴിവുള്ള വിദ്യാർത്ഥികളായിരിക്കും കൂടുതൽ നമ്മൾ സഹകരിപ്പിക്കും. ജൂലിയസ് ഒരു 10ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അത്രത്തോളം കോഴ്സുകളുമുണ്ട്. എല്ലാവർക്കും പൂർണ്ണമായിട്ടും അത് സൗജന്യമായി കൊടുത്തു നടത്താനുള്ള വകുപ്പൊന്നും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് 250 പേരാണ്. ഈ 251 പേര് 54 പേര് വന്നാൽ നമ്മൾ കൊടുക്കാതിരിക്കാൻ സാധ്യതയില്ല. ഒരാൾക്കോ 2 ആൾക്കോ കൂടെ കൊടുത്തെന്ന് വരാം. ഇത് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമല്ല, ഒരു മനുഷ്യത്വമാണ്. ഇതെല്ലാവരും കൃത്യമായിട്ടും അർഹതയുള്ളവർ തന്നെ ഉപയോഗിക്കുമെന്ന് വിചാരിക്കുന്നു. കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. കെയർ ആൻഡ് ഷെയറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നും നിങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ ഉണ്ടാകണം. ഞാനിതിൻ്റെ പ്രവർത്തകനേ ഇല്ല, ഞാനൊരു കാര്യദർശിയുമില്ല, ഞാനൊരു അഭ്യുദയകാംക്ഷി മാത്രമാണ് കെയർ ആൻഡ് ഷെയറിൻ്റെ. പക്ഷേ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരെ എന്നെ വിളിച്ചാൽ ഞാൻ വരും, ഇനിയും വരും. സന്തോഷം.